During the Sunday school, we've been studying upon the attributes of the name of the Lord. നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ കീർത്തിയെപ്പറ്റി നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മളത് ചിന്തിച്ചു. ഇന്ന് പൽക്കാലം ഒരു ചോദ്യത്തോടെ ഞാൻ നമ്മുടെ സൺഡേ സ്കൂൾ ആരംഭിക്കുന്നു. I'm starting our Sunday school with a question. If I say Isaiah chapter 40, യെശയ്യാ പ്രവചന പുസ്തകം അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഓടി വരുന്ന 1-2 വാക്യങ്ങളുണ്ട്. എന്താ? ബാല്യക്കാർ, അതെ, യൗവനക്കാരും ഇടറി വീഴും, ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പണ്ട് കാലത്തൊക്കെ സഭായോഗങ്ങളിൽ സാക്ഷ്യത്തിന് പറയുന്ന എന്നെ സന്തോഷിപ്പിച്ച വാക്യം എന്ന് പറഞ്ഞ് വായിക്കുന്ന ചില വാക്യങ്ങൾ 2 വാക്യങ്ങളാണിത്. In reality, this chapter is not simply those 2 verses. The more you study that chapter, the more you realize the greatness of God is what's demonstrated to us, proclaimed to us in that chapter. We only focus on the verses that say, even the youths shall faint and be weary, the young men shall fall and be exhausted, but those who wait upon the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. These are the verses that we focus on. But the rest of the chapter, a good majority of the chapter, focuses on who our God is and the greatness of God. And there are a couple of questions that the prophet Isaiah asks in this chapter that helps us realize how great of a God we serve. നമ്മൾ സേവിക്കുന്ന ദൈവം എത്ര മഹത്വമുള്ള വലിയ ദൈവമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ യെശയ്യാ പ്രവാചകൻ 1-2 ചോദ്യങ്ങൾ ഈ അധ്യായത്തിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. നമുക്കൊന്ന് വായിക്കാം. 28-ാം വാക്യം, verse 28. Amen. The verse says in verse 28, have ye not known? Have ye not heard? The Lord is the everlasting God, the creator of the ends of the earth. He does not faint or grow weary. His understanding is unsearchable. ഇവിടെ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന ഒരു നാമം യെശയ്യാ പ്രവാചകൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ വായിച്ചു. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ Nityadevam, the Lord is everlasting God. And the name that we see listed in the root language is Jehovah El Olam. Yehovah അല്ലെങ്കിൽ ദൈവം, നിത്യദൈവം. Isaiah reminds the people of Israel, people of Jacob, and that question could echo to us this morning. And the way it starts it is, have you not known? Have you not heard? നിനക്ക് അറിഞ്ഞുകൂടെയോ? നീ ഇത് കേട്ടിട്ടില്ലയോ? നമ്മുടെ ദൈവം നിത്യദൈവം. ഞാൻ വായിച്ചപ്പോൾ ചിന്തിച്ചു, why did Isaiah ask this question to the Israelites? നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്, ഓർമ്മ പ്രശ്നം അല്ലെങ്കിൽ മറവി പ്രശ്നം. Right? A memory problem is something that we all address. Sometimes we also forget how great our God is. ഇല്ലേ, പലപ്പോഴും നമ്മൾ തന്നെ മറന്നു പോകാറുണ്ട് നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണെന്നുള്ളത്. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പല കംപ്ലൈൻറ്റുകളും പരാതികളും ഒക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. ആ പശ്ചാത്തലത്തിൽ യെശയ്യാവ് ചോദിക്കുവാണ്, നിനക്ക് അറിഞ്ഞുകൂടെയോ? Have you not known? Have you not heard? നീ കേട്ടിട്ടില്ലയോ? See, sometimes in the midst of our busyness, we are occupied with what to do, how to figure out how we do certain things. The tomorrow's problems are bothering us today. നാളത്തെ പ്രശ്നം നമ്മൾ ഇന്ന് തന്നെ അസഹ്യപ്പെടുത്തുകയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ച് കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ആ തിരക്കേറിയ അനുഭവങ്ങളിൽ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ദൈവം ആരെന്നുള്ള വിഷയം നമ്മൾ മറന്നു പോകും. We forget who our God is. It's not just the problems of tomorrow that
bother us today, yesterday's regrets irritate us today. ഇന്നലത്തെ നമ്മളെ ഖേദിപ്പിച്ച വിഷയങ്ങൾ ഇന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. നാളെ എന്ത് സംഭവിക്കുന്നുള്ള വിഷയം നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ആയിരിക്കുമ്പോൾ, do we not know how great our God is? How wonderful. Have we not heard how great our God is? Sometimes we need a reminder to know how great our God is. ഒന്നാമത് നമുക്കൊരു ഓർമ്മപ്പശകമുണ്ട് വല്ലപ്പോഴൊക്കെ. The second dilemma that we face is, we know how great our God is, but we don't live like we know how great our God is. രണ്ടാമത്തെ ഒരു പ്രശ്നം, നമുക്കറിയാം നമ്മുടെ ദൈവം ആരാണെന്ന്, വലിയ ദൈവമാണ്. പക്ഷെ അത് അറിയുമ്പോൾ തന്നെ അതിനൊപ്പം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഞാനൊരു പേരിട്ടാ പറയും, വിശ്വസിക്കുന്ന നിരീശ്വരവാദി, a believing atheist. Is mic okay? We have a lot of believing atheists in the church. ദൈവം ആരെന്ന് വിശ്വാസമുണ്ട്, പക്ഷെ ദൈവം ആരെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ പ്രകാരം സന്തോഷത്തോടും സമാധാനത്തോടും ഉറപ്പോടും വിശ്വാസത്തോടും ജീവിക്കാൻ സാധിക്കാത്ത എത്രയോ പേർ. Those two problems are what most of us face. We know our God is. We've heard about this Lord. How many sermons we've talked about the greatness of God. How many songs we have sang about the greatness of God. But most often our doubts are stronger than our faith. എത്രയോ പാട്ടുകൾ നമ്മൾ പാടുന്നു, നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. പക്ഷേ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും, എൻ്റെ ദൈവമേ, ഈ കഷ്ടത, ഈ പ്രയാസം, നമ്മുടെ സംശയങ്ങൾ നമ്മുടെ വിശ്വാസത്തെക്കാളും ബലമേറിയത് ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. We know God is good. But the struggle happens when we face the bad. We fail to live out practically the knowledge that we have gained of this holy God. So to overcome these doubts, to overcome these questions and these things that show up in people's mind and the Israelites' mind, that Isaiah is asking, inspired by the Holy Spirit, have you not heard? Do you not know? നമ്മുടെ സംശയങ്ങളുടെയും ചോദ്യങ്ങളുടെയും അവിശ്വാസങ്ങളുടെയും പ്രയാസങ്ങളുടെയും കണ്ണുനീരിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ ദൈവത്തെ മറന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ആരെന്ന് നമ്മൾ മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു തട്ട് വേണം നമ്മളെന്ന് ഓർമ്മിപ്പിക്കുവാൻ. യെശയ്യാവ് ചോദിക്കുകയാണ്, ഇസ്രായേൽ മക്കളെ, നീ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ലയോ? നിനക്ക് ദൈവത്തെ അറിയേ ഇല്ലയോ? 27 വാക്യം ഒന്ന് വായിച്ചേ, നമുക്ക് ആ പശ്ചാത്തലം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ. നമ്മുടെയൊക്കെ കംപ്ലൈൻറ്റ് ഇതുപോലെയൊക്കെ അല്ലയോ? Our complaints are the same, right? Jacob is, the Israelites are asking, how can you say that your way is hidden from the Lord and my right is disregarded by my God? എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണുന്നില്ല. യാക്കോബേ, നീ ഇസ്രായേൽ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്താ? എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു. My way is unknown to God. What I am going through is unknown to God. What I'm struggling with, what I'm facing, the injustice, the unrighteousness that I face, all of it is unknown to God. And Isaiah is asking in response, have you not heard about this God whom we serve? Do you not know about the God whom we serve? നമ്മളെല്ലാം പറഞ്ഞിട്ട്, കർത്താവേ നീ എന്നെ മറന്നുപോയോ? മോസ്റ്റ് ഓഫ് us അല്ലേ, ചില തലകളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എന്നെ മറക്കാൻ, why is it that you have forgotten me, O God? കർത്താവേ, അങ്ങ് എൻ്റെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലയോ? ഞാൻ കടന്നു പോകുന്ന അവസ്ഥയൊന്നും അറിയുന്നില്ലയോ? ഇങ്ങനെയൊക്കെ ചോദിച്ച അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. Right? Those kind of problems come. A feeling of neglect, a feeling of despair. And all of us go through seasons in which we feel like God has neglected us, or we live in despair because we think God doesn't know what we're going through. In Psalms 42, the sons of Korah said the same thing. അല്ലേ? 42-ാം സങ്കീർത്തനത്തിൽ കോരഹ് ഉത്തരം പറയുന്നുണ്ടല്ലോ, എൻ മനമേ നീ വിഷാദിച്ച്
യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നിന്റെ മുഖപ്രകാശം അവിടെ തന്നെ പ്രത്യാശ വെച്ച് ധൈര്യപ്പെട്ട് അവിടെ തന്നെ ഉറയ്ക്കുക. These are the sons of Korah who loves the presence of God, who've seen the greatness of God, who've seen the mercy of God. In the midst of it, they feel a time of neglect. They feel like they're in some sort of despair, and they ask the question, oh my soul, why are you discomforted, disquieted within me? നമ്മൾ എത്ര ഭക്തരാന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഈ അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. We might go through these situations. ആ സംഗീതത്തിൽ കുറേ പറയുന്നുണ്ട്, രാവും പകലും കണ്ണുനീര് എൻ്റെ ആഹാരമാകുന്നു. Day and night my tears have been my food. These are the things that the people of God have faced in their situations. പക്ഷെ ഇവർക്ക് കോരഹുത്രന്മാർക്ക് ഒരു ഗുണമുണ്ട്. അവരെ തന്നെ ഒന്ന് ഉണർപ്പിക്കും. They awaken themselves. They remind themselves. They make sure they have the assurance in the Lord. So they tell themselves, trust in the Lord. Put your hope in the Lord. That is enough for us to move on, even though day and night tears are my food. രാവും പകലും കണ്ണുനീർ ആഹാരമായിരിക്കുമ്പോൾ തന്നെ കോരപുത്രന്മാർ പറയുന്നു, പക്ഷെ എനിക്ക് പ്രത്യാശയ്ക്കൊരു വകയുണ്ട്. എൻ്റെ ദൈവം എൻ്റെ ആവശ്യങ്ങളും അവസ്ഥകളും അറിയുന്നു. എൻ്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൽ തന്നെ ഒരു ഉറപ്പുണ്ട്. But in the midst of this situation, നമ്മൾ വായിച്ച അധ്യായത്തിൽ, in the midst of that situation, Israelites have not learned to find that confidence in the Lord. അവർക്ക് തന്നെ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുവാൻ സാധിക്കാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യെശയ്യാവിൽ കൂടെ സംസാരിക്കുന്നു. നീ കേട്ടിട്ടില്ലയോ നിന്റെ ദൈവത്തെ പറ്റി നിനക്ക് അറിയുകയില്ലയോ? Have you not heard about this God? Have you not known about this God? ഈ ദൈവത്തിൻ്റെ ആദ്യത്തെ നാമം നമ്മൾ കാണുന്നത്, Lord is an everlasting God. യഹോവ നിത്യദൈവം. What does that mean? What does it mean that our Lord is an everlasting God? It simply means time is not a factor to him. Space is not a factor to him. നമ്മുടെ ദൈവത്തിന് സ്ഥലവും സമയവും ഒരു പരിമിതിയല്ല. He is always present. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും എല്ലാ സാഹചര്യത്തിലും നമ്മോട് കൂടെയുള്ള ഒരൊറ്റ വ്യക്തി ഉള്ളെങ്കിൽ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. He is everlasting. He is ever present. Nothing brings about any change to that. See, for us, time is the only thing that we measure things by. നമ്മൾ എന്ന് ജനിച്ചു, നമ്മൾ എന്ന് മരിച്ചു, അതിൻ്റെ ഇടയിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളേ ഉള്ളൂ. പക്ഷെ our God is above that time. Our God is beyond that time. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ദൈവം ഇവിടെ ഉണ്ട്, ഇല്ലേ? നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മുടെ ദൈവം ഇവിടെ ഉണ്ട്. My God is above time and he's beyond time. Before I was born, he was present. If he was present before I was born, when I take my breaths today, my God is present. ഇന്ന് പകൽക്കാലം നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്. ആ വ്യക്തിയാണ് നമ്മുടെ ദൈവം. And if my eyes open tomorrow, my God will be there. എൻ്റെ കണ്ണുകൾ നാളെ തുറക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം. In the words of John in the book of Revelation, who is, who was and who is to come. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി അതാണ് നമ്മുടെ കർത്താവ്. That's why he is the everlasting God. അതുകൊണ്ട് പറയാനുള്ളത്, നാളത്തെ ഭാരങ്ങൾ ആരെങ്കിലും ഇന്ന് ചുമക്കുന്നുണ്ടെങ്കിൽ, ഇന്നലത്തെ നമ്മളെ ദുഃഖിപ്പിച്ച വിഷയങ്ങൾ ആരെങ്കിലും ഇന്ന് ചുമക്കുന്നുണ്ടെങ്കിൽ, ദൈവമേ ആരും കാണുന്നില്ല, ഒരു ആശ്വാസവാക്ക് പറയുവാൻ എൻ്റെ കൂടെ ആരുമില്ലെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, my God is an everlasting God. He is with us. Second thing about the fact that he is everlasting is that he is an unchanging God. യഹോവ നിത്യ ദൈവം എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ അർത്ഥം, നമ്മുടെ ദൈവത്തിന് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. His promises are unchanging. His covenant is unchanging. That's why in the book of Lamentations the writer says,
The steadfast love of the Lord never ceases. His mercies never come to an end. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. My God is an unchanging God. His grace was available for me yesterday. This morning His grace is available for me. Tomorrow, if my eyes open, the grace of God is available to me. Because His grace is available, I am not consumed. ദൈവത്തിന്റെ കരുണ ഉള്ളതുകൊണ്ടാണ് ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ഇന്നലെ ആ കരുണ ഞാൻ അനുഭവിച്ചു, ഇന്ന് ഞാൻ അനുഭവിക്കുന്നു, നാളെ എൻ്റെ ദൈവത്തിന്റെ കരുണ ഞാൻ അനുഭവിച്ചേ ജീവിക്കത്തുള്ളൂ. My God is an unchanging God. The reality is that His mercies never come to an end. His love has never changed. His compassions have not changed. So Isaiah is telling Jacob, the Israelites, your seasons change. Your pharaohs changed. Your life circumstances change. Your times have changed. But have ye not heard? Have ye not known? My God is the everlasting God. He does not change. In Psalms 90, Moses said, before the mountains were born, or ever you formed the earth and the world, even from everlasting to everlasting, you are God. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയും ശാശ്വതമായ ദൈവമാകുന്നു. ദൈവമക്കളെ, നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെയുള്ളൊരു നിത്യ ദൈവമുണ്ട്, അനാദിയായും ശാശ്വതമായൊരു ദൈവമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് എനിക്ക് അറിയാം. അറിവ് മാത്രമല്ല, ആ അറിവിന് അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ആ വിശ്വാസവും പ്രത്യാശയും ഉളവായിരിക്കുന്നു എന്നുള്ള ഉറപ്പോടെയാണ് നമ്മൾ ആയിരിക്കേണ്ടത്. We must know it's not just the knowledge of this holy and sovereign God, but that knowledge leads me to live a trustworthy, a faithful life, because my God is an unchanging God. The truth is that since He is an everlasting God, nothing is a surprise to Him. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതോ ലോകത്തിൽ സംഭവിക്കുന്നതോ ഒന്നും ദൈവത്തിനൊരു അതിശയമല്ല. Nothing is a surprise to Him. Nothing is outside of His control. നമ്മുടെ ദൈവത്തിന്റെ നിയന്ത്രണം വിട്ട് ഒരൊറ്റ കാര്യം സംഭവിക്കത്തില്ല. Whether you are a Christian or not, whether you live in this world or not, in this world, in this heavens and the earth that God Himself has created, nothing can happen outside of His control. That's the reason my God is an everlasting God. If the Lord is the same yesterday, if the Lord is the same today, and the Lord is the same tomorrow, നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും നാളെയും ഒരൊറ്റ ദൈവം, മാറ്റമില്ലാത്ത ദൈവമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കത്തില്ലയോ? Can you not trust this Lord completely? If my God hasn't changed who He was from yesterday to today, and He's not going to change from today to tomorrow, can we not trust Him in every season of our life? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും നമുക്ക് ഈ ദൈവത്തെ ആശ്രയിക്കാൻ നമുക്ക് ഉറപ്പില്ലയോ, വിശ്വാസമില്ലയോ? കാരണം ഞാൻ പറയട്ടെ, നമ്മുടെ ചുറ്റുപാടും എല്ലാം മാറിയേക്കാം, മാറാത്തൊരൊറ്റ ദൈവം, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവം മാത്രം. The God who is the one who said, I am the God of Abraham, Isaac and Jacob. ഇല്ലേ, പലപ്പോഴും ദൈവം പരിചയപ്പെടുത്തിയപ്പോൾ ദൈവം പറയുന്നൊരു വിഷയം, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം. അതെന്തിനാ പറയുന്നറിയാമോ? ഈ വായിക്കുന്ന ആരെങ്കിലും ചിന്തിക്കണ്ട, എടാ മോനെ, നീ ജനിക്കുന്നതിന് മുമ്പ്, നിൻ്റെ വല്യപ്പച്ചൻ ജനിക്കുന്നതിന് മുമ്പ്, വല്യപ്പച്ചൻ്റെ വല്യപ്പച്ചൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ആരെന്നറിയാമോ? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമാണ്. I am way beyond any concept of time that you can imagine. I have been, I am, and I will be. Nothing will ever cause me surprise. Nothing is ever out of my control, and nothing will ever change who I am. നമ്മളോട് സംസാരിക്കുന്ന ദൈവം ആരാന്നറിയാമോ? ദാവീദിനോടും
മോശയോടും യെശയ്യാവിനോടും സംസാരിച്ച ദൈവമാണ് ഇന്ന് പകൽക്കാലവും നമ്മളോട് സംസാരിക്കുന്നത്. The same God who spoke to the Davids and the Moses and the Joshua, that same God is speaking to us. The same God who gave a message of repentance to Jonah and sent him to the island that he was supposed to go to, that same God is speaking to us. The same God who delivered Peter from the prison when the church got together and prayed, that same God is speaking to us. The same God who took Saul from being a murderer and made him the greatest evangelist and apostle, that same God is speaking to us. Our God has not changed from that time to yesterday, today, and people of God, tomorrow morning, my God will not change. നമ്മൾ ഓർക്കണം, ഒരു ശൗലിനെ പൗലോസാക്കുവാൻ, ഒരു പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവം അന്നുണ്ടായിരുന്നെങ്കിൽ അതേ ദൈവമാണ് ഇന്ന് പകൽക്കാലവും നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. അതേ ദൈവമാണ് ഇന്ന് പകൽക്കാലവും നമ്മളോട് സംസാരിക്കുന്നത്. ഒറ്റപ്പെട്ട അനുഭവത്തിൽ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ, യോഹന്നാൻ ആരും കൂട്ടില്ലായിരുന്നപ്പോൾ അവിടെ കൂട്ടുകൊടുത്തൊരു ദൈവമുണ്ട്. ആ സെയിം ദൈവമാണ് നമുക്കും കൂട്ടാളിയായിട്ടിരിക്കുന്നത്. The same God who provided companionship to John in the island of Patmos is the same God who is with us. So Isaiah is saying the Lord is an everlasting God. Time is beyond him. Not only that, he is an unchanging God. അടുത്തതായി യെശയ്യാ പറയുന്നത് ഈ ദൈവത്തിൻ്റെ സവിശേഷതകൾ. He is the creator God. ഈ നിത്യദൈവം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന. My grandfather, Pastor Zachariah, when he would have conversations with others and people ask him questions, one time somebody asked him, Pastor, how do you know there are not other gods? So my Appachan said, മോനെ, ഒരു ദൈവമാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ക്വാളിറ്റിയിലും വേണം, ഇല്ലായ്മയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയണം. For you to be a God, for you to claim to be a God, at least you should have one quality. That is, from nothing you should be able to create something. Right? And that's what Isaiah is reminding the Israelites. The Lord is El Olam, the everlasting God. But this God's quality doesn't stop with being above time or the fact that he's unchanging. Our God is the creator God. നമ്മൾ ഓർക്കണം, ദൈവം ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, ഉണ്ടാകട്ടെ. All God said was, let there be. Have you looked at the creation around us? നമ്മൾ ആകാശത്ത് നോക്കാറുണ്ടോ? നമ്മൾ സമുദ്രങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഭൂമിയെ നോക്കാറുണ്ടോ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകേണ്ടതെല്ലാം അതുപോലെ ഉളവായി. അത് ആർക്ക് സംഭവിച്ചു? നിത്യനായ എൻ്റെ ദൈവത്തിന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. My everlasting God, my creator God is the only one who can say, let there be, and everything that needed to be there was created in a matter of words. The earth, the sky, the sun, the moon, the stars. നമ്മൾ ബൈബിൾ ഇങ്ങനെ വാക്യം പറയുന്നു, അവൻ നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നു. നമ്മുടെ ചർച്ചിലുള്ള എല്ലാവരുടെയും പേര് പോലും നമുക്കറിയത്തില്ല. Right? We don't know the names of everybody in our church. പക്ഷേ എത്രയോ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ കർത്താവ് ഉണ്ടാക്കിയതിന് ശേഷം ബൈബിൾ എഴുതിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഈ നക്ഷത്രങ്ങളെ എല്ലാം പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who calls every star by name. അതുകൊണ്ടാണ് യെരമ്യാവ് പറഞ്ഞത്, യഹോവയായ കർത്താവ് നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ല. That's why in Jeremiah 32, O Lord God, behold, you have made the heavens and the earth by your great power and outstretched arm. There is nothing too hard for you. നമ്മുടെ ദൈവത്തിന് അസാധ്യമായത്, നമ്മുടെ ദൈവത്തിന് ഭാരമേറിയത്, നമ്മുടെ ദൈവത്തിന് കട്ടിയായിട്ടുള്ളത് ഒന്നുമില്ല. There is nothing impossible unto the Lord. I know sometimes we have prayer topics or different things that we have presented to the Lord for years. Maybe you've been praying for something for decades.
ഒരു പക്ഷേ 10-20 വർഷമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഉണ്ടായിരിക്കും, കർത്താവേ എന്നാണ് ഇതിനൊരു മറുപടി ഉള്ളത്. ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സമയത്ത് അത് തക്കതായ ദൈവം പ്രവർത്തിക്കും. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. Let's not get tired or weary in praying. Let's keep on praying, knowing that my God, to him nothing is impossible. Isaiah says, have you not known, have you not heard, the Lord is the everlasting God, the creator of the ends of the earth. The next thing Isaiah says, he does not faint or grow weary, his understanding is unsearchable. ദൈവത്തെക്കുറിച്ച് പറയുന്ന അടുത്ത സവിശേഷത, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. Have you ever thought about that? നമ്മുടെ ദൈവത്തിന് ഒരു ക്ഷീണവും ഇല്ലെന്ന്. നമ്മുടെ ദൈവം ഒരിക്കലും തളർന്നു പോകത്തില്ല. 121 സംഘത്തിൽ നമ്മൾ വായിക്കത്തില്ലയോ? In Psalms 121, what do we read? My God, I lift my eyes unto the hills. Where does my help come from? My helps come from the Lord, who is the maker of heaven and earth. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ എല്ലാവരും മറന്നുപോയി. He will not let your foot be moved. He who keeps you will not slumber. Behold, he who keeps Israel will neither slumber nor sleep. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. നമ്മുടെയൊക്കെ കാലൊക്കെ വഴുതി പോയിരിക്കുന്നത് നമ്മുടെയൊക്കെ മസിൽ കൊണ്ടല്ല. ഉറങ്ങാതിരിക്കുന്നൊരു ദൈവമുണ്ട്, മയങ്ങാതിരിക്കുന്നൊരു ദൈവമുണ്ട്. There's a God who neither sleeps nor slumbers. That's why the psalmist says, my foot will not be moved, I will not stumble. There's somebody who upholds me on my hand, who strengthens my feet, who strengthens my leg. He is the one who helps me move forward on a day-to-day basis. അത് കഴിഞ്ഞിട്ട് വീണ്ടും സംഗീതകാരൻ പറയുന്നു, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. കാരണം എന്നറിയാമോ? നമ്മുടെ ദൈവം ഉറങ്ങാതിരുന്ന് നമുക്ക് തണലായി, നമ്മുടെ ദൈവം മയങ്ങാതിരുന്ന് നമുക്ക് ആശ്വാസമായി നമ്മോട് കൂടെ ഉള്ളപ്പോൾ, നമ്മളെ തളർത്തുന്ന, നമ്മളെ വാട്ടുന്ന അനുഭവങ്ങൾ വരുമ്പോൾ, നമ്മളെ പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളെ പിടിച്ച് നിർത്തുവാൻ ഒരു ദൈവമുണ്ട്. മയങ്ങാത്ത, ക്ഷീണിക്കാത്ത, ഉറങ്ങാത്ത ഒരു കർത്താവുണ്ട്. That's why Isaiah says, Jacob, have you not heard, have you not known, my God is an everlasting God. He doesn't sleep, he doesn't get tired, he doesn't faint. നമുക്കെല്ലാവർക്കും ഉറക്കം നല്ല പ്രിയമാണ് അല്ലേ? ഒന്ന് മയങ്ങിയാലും നല്ല സുഖമാണ്. പക്ഷെ നമ്മളൊക്കെ നല്ല സുഖമായിട്ട് മയങ്ങുകയും ഉറങ്ങുകയും ചെയ്യുന്ന കാരണമുണ്ട്. മയങ്ങാതെ ഉറങ്ങാതിരിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ്, നമുക്ക് ആ ഉറപ്പുള്ളത് കൊണ്ടാണ്, നമുക്ക് ആശ്വാസം ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ, when we take infant babies, അവരെ കൈ പിടിച്ച് അവർ നമ്മുടെ കൈ സുഖമായിട്ട് ഉറങ്ങും. എന്തുകൊണ്ടെന്നറിയാമോ? അവർക്കൊരു ഭാരവുമില്ല. കാരണം അവർക്കറിയാം അമ്മയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അമ്മ എന്നെ ഒരിക്കലും ദോഷത്തിനായി ഒന്നും ചെയ്യത്തില്ല. ദൈവമക്കളെ, നമുക്കൊരു ഉറപ്പ് വേണം കേട്ടോ. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളാണ് ഇരിക്കുന്നെങ്കിൽ നമുക്ക് കർത്താവ് ഒരു ദോഷവും ചെയ്യത്തില്ല. Let us sleep well, let us be comfortable, let us be confident, let us know my God is an everlasting God, my God is an unchanging God. പക്ഷെ മറ്റുള്ള ദൈവങ്ങളൊക്കെ ഉറങ്ങും അല്ലേ? ഉറങ്ങോ? Do other gods sleep? അതിന് ജീവനില്ല. പക്ഷെ ചിലപ്പം ബൈബിൾ വായിക്കുന്ന ചിരി വരത്തില്ലയോ? Now sometimes there's some comedy in the scriptures, right? It's good comedy. ഓർക്കുന്നു ഏലിയാ പ്രവാചകന്റെ അനുഭവം? You look at what Elijah the prophet did. ഒറ്റയ്ക്ക് ഒരു പ്രവാചകനും എത്ര പേരുണ്ട്? 850 പേരുണ്ടല്ലേ? 400 450 അല്ലേ പക്ഷേ? 850 പേരുണ്ട്. ഒരു പ്രവാചകനും മറ്റേ സൈഡിൽ 850 പ്രവാചകന്മാരും. 1 versus 850 prophets. Elijah said, you go first, you worship first, let's see what happens. ഈ 850 പ്രവാചകർ രാവിലെ തുടങ്ങി ഉച്ച വരെ, ഫ്രം മോർണിംഗ് ടിൽ നൂൺ ദേ ക്രൈഡ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് ഏലിയാവ് അല്പം ഒന്ന് സംസാരിച്ചു. Elijah spoke for just a few minutes. You know what he said? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഉറക്കെ, can you cry out a little bit louder?
Maybe he's on a trip. Maybe he went to relieve himself. That's comedy, right? Maybe he's sleeping. ഒരു പക്ഷേ നിങ്ങളുടെ ദൈവം എവിടെയോ പോയിരിക്കുക, അല്ലെങ്കിൽ വെളിയിലോട്ടൊന്ന് പോയി, അല്ലെങ്കിൽ ഉറക്കമായിരിക്കും. എന്തൊരു ധൈര്യമാണേ. How much courage that person has, Prophet Elijah has. He's saying, cry out a little bit louder. ഉച്ചവരെ അലച്ചിട്ട് ഒരു പിടിയില്ല. അത് കഴിഞ്ഞിട്ട് ഏലിയാവ് ഈ ഒരു നിർദ്ദേശം കൊടുത്തതിന് ശേഷം അവർ പിന്നെയും നിലവിളിക്കാൻ തുടങ്ങി. ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അവർ വീണ്ടും കരയുക. എന്നിട്ടും ദൈവം ഉണർന്നില്ല. എന്നിട്ടും ദൈവത്തിൻ്റെ ഫോൺ അടിക്കുന്നില്ല. എന്തോ സംതിങ് ഈസ് നോട്ട് കണക്റ്റിംഗ്. ഇതെല്ലാം കഴിഞ്ഞു. അവർ ഏലിയാവ് പറഞ്ഞു, നിങ്ങളുടെ സമയം കഴിഞ്ഞല്ലോ, ഇനി എൻ്റെ ദൈവമുണ്ട്. ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിലവിളിച്ചിട്ടും these prophets have cried out from the morning till night, nothing has happened. പക്ഷേ എലൈജ ഒരു കാര്യം ചെയ്തു, ഏലിയാവ് ഒരു കാര്യം ചെയ്തു. ഏലിയാവ് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, കർത്താവേ, ഇവർ യഥാർത്ഥമായ ദൈവം ഉണ്ടെന്ന് അറിയണം. അങ്ങോട്ട് പ്രാർത്ഥിച്ചു. The Bible says when Elijah prayed and said that they should know who the God of Israel is, immediately, ഉടനെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി. ഉടനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കരഞ്ഞും അവരെ തന്നെ ഉപദ്രവിച്ചും ഒക്കെ ചെയ്തിട്ടും ഒന്നും സംഭവിക്കാതിരുന്നപ്പോൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ ദാസൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, അങ്ങ് ആരാണെന്ന് ഈ ഭൂമി ഒന്ന് അറിയണം, ഈ ലോകമൊന്ന് അറിയണം, ഈ പ്രവാചകന്മാരൊന്ന് അറിയണം, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം അറിയണം. ഇസ്രായേലിൻ്റെ ദൈവം ആര്, യഥാർത്ഥ ദൈവം ആര്, സത്യ ദൈവം ആര്, ജീവിക്കുന്ന ദൈവം ആര് ഒന്ന് അറിയണം. ആ ദൈവത്തെ ഒന്ന് അറിയുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് വിളിച്ചപേക്ഷിച്ചപ്പോൾ ആ നിമിഷം ഉടനെ ദൈവം അവിടെ ഏലിയാനോട് പ്രവർത്തിച്ചു. My people, my family members, let me tell you, when we call upon unchanging God, when we call upon everlasting God, when we call upon the creator God, when we call upon the God who does not faint, when we call upon the God who does not grow weary, when we call upon the God who does not sleep, when we call upon the God who does not slumber, immediately my God responds to us. ഉടനെ തന്നെ നമുക്ക് വേണ്ടി മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. There is a God who responds to us. Why? You don't have to wake him up. നമുക്ക് ദൈവത്തെ ഉണർത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന, നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ യഥാർത്ഥമായി നമ്മുടെ ദൈവം മാത്രം. There is one God who is alive, one God who doesn't need to be awakened, the one God to whom all things are possible. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന നീണ്ട പ്രാർത്ഥന ഒന്നും ആകണ്ട കേട്ടോ. നിത്യ ദൈവമേ എന്ന് വിളിച്ചാൽ മതി. എന്നെ നിർമ്മിച്ച ഒരു ദൈവമേ എന്ന് വിളിച്ചാൽ മതി. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമേ എന്ന് വിളിച്ചാൽ മതി. എന്നെ കരുതുന്ന ഒരു ദൈവമേ എന്ന് വിളിച്ചാൽ മതി. എന്നെ വീണ്ടെടുത്ത ഒരു ദൈവമേ ഒന്ന് വിളിച്ചാൽ മതി. നമ്മുടെ ദൈവത്തിന് വലിയൊരു ജൽപ്പനമൊന്നും ആവശ്യമില്ല. രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങൾ ഓടിയൊന്നും ചെയ്യണ്ട. കർത്താവേ, യഹോവേ, സകലവും നിർമ്മിച്ച ദൈവമേ ഒന്ന് വിളിച്ചാൽ മതി. ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഉടനെ മറുപടി തരുന്ന ഒരു ദൈവമാണ്. My God is El Olam. My God is an everlasting God. ഒടുവിൽ യെശയ്യാ പറയുന്നു, അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. The wisdom, the understanding is unsearchable.